ഈ നമ്മുടെ ട്രാഫിക് ഒക്കെ കണ്ടു കഴിഞ്ഞാലേ ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഓട്ടത്തോട് ഓട്ടമാണ്. എല്ലാവരും ധൃതിയാണ്. എല്ലാവർക്കും കുത്തി കയറ്റണം, എങ്ങോട്ടോ എത്തണം. ഭയങ്കര തിരക്ക് പിടിച്ച ഓട്ടം എന്ന് പറഞ്ഞാ അയ്യോ, ഇവിടെ നീ ഓട്ടം കണ്ടു കഴിഞ്ഞാൽ അവർക്കും ഈ രാജ്യം ഇപ്പൊ അങ്ങ് ലോകത്തെ 1-ാം നമ്പർ രാജ്യമായി മാറും. പോട്ടെ, ഈ ഓടുന്നവനൊക്കെ നാളെ അങ്ങ് ലക്ഷറി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് മാറും നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ ഓട്ടം തുടങ്ങിയിട്ട് എത്ര നാളായെന്നെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? ഈ തിരക്കും കുത്തിക്കയറ്റും തുടങ്ങിയിട്ട് ഒരു 3 മാസം ഈ കുത്തിക്കയറ്റ് കാണിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കണ്ടേ ഇത് കുത്തിക്കയറ്റിയിട്ട് കാര്യമില്ലെന്ന്. കുത്തിക്കയറ്റ് കാരണം ഒരാൾക്ക് മാത്രമല്ലെന്നേ നഷ്ടം, മൊത്തത്തിൽ എല്ലാവർക്കും നഷ്ടമാ. ഞാൻ ഇന്നലത്തെ ഒരു സംഭവം പറയാം. ഇന്നലെ ഞാനൊരു 2 വണ്ടി തികച്ച് പോകാൻ പറ്റാത്തൊരു റോഡിൽ എൻ്റെ ഓപ്പോസിറ്റ് ഒരു ഓട്ടോക്കാരൻ രാത്രി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചേർന്നു. അതിന് പോകാൻ പറ്റത്തില്ല. കാരണം അയാൾ പുറകോട്ട് ഇറക്കത്തില്ല. അയാൾ പറയുന്നത് എനിക്ക് ഒത്തിരി പോകണം, അങ്ങോട്ട് ഇറക്കിയാൽ ശരിയാകത്തില്ല, നിങ്ങൾ അങ്ങോട്ട് നീക്കുന്നു പറഞ്ഞ് നീങ്ങി ഒരു 15 മിനിറ്റോളം ഞാൻ പുറകോട്ട് എടുത്തെടുത്ത് ലാസ്റ്റ് ഒരു വളവ് വന്നപ്പോൾ ഇവനങ്ങ് പോയി. ഞാൻ അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് കാണുന്നത് ഇയാളുടെ തൊട്ട് ബാക്കിൽ അയാൾ ഒരു ഇച്ചിരി പുറകോട്ട് ഇറക്കിയിരുന്നേ പോലും ഒരു പറമ്പുണ്ട്, അവിടെ നല്ല ഗ്യാപ്പുണ്ട്. പക്ഷെ ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അയാൾ പുറകോട്ട് ഇറക്കാതെ പറ്റിക്കാനൊരു ശ്രമം അല്ലേ, എന്തോ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവും ഇവർക്ക്. അതിനകത്ത് എല്ലാ ഓട്ടക്കാരും അല്ലേ പറഞ്ഞത്, ഓട്ടക്കാരുടെ ഇടയിൽ ഇച്ചിരി കൂടുതലുള്ള ആൾക്കാരുണ്ട്, ശ്രദ്ധിച്ചറിയാം. വല്ലാത്ത രീതിയിലൊരു പറ്റിക്കൽ സ്വഭാവം ഉണ്ടാവും. അത് പല കാര്യത്തിലുണ്ട്. ബസ്സുകാരുടെ ഇടയിൽ ഈ പ്രശ്നമുണ്ട്. ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടുമുട്ടൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. അയ്യോ, ഒന്ന് ഒരഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എന്തൊരു ബഹളമാകുന്നു. ലാസ്റ്റ് പിന്നെ 1000 രൂപ കൊടുത്തു. ഇത് ഇയാള് ഒരു 15 മിനിറ്റ് കളഞ്ഞെന്നേ, 10 മിനിറ്റെങ്കിലും ഇയാൾ കളഞ്ഞിട്ടുണ്ട് അയാളുടെ എൻ്റെയും. അപ്പൊ അയാളൊന്ന് ജസ്റ്റ് ഒന്ന് പുറകോട്ട് ഇറക്കിയാൽ 1 മിനിറ്റ് കൊണ്ട് തീരേണ്ട പണി അയാൾ 10 മിനിറ്റ് ആക്കി മാറ്റും. ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡുകളുണ്ട് നമ്മുടെ മനുഷ്യർക്ക് ഇവിടെ. ഒരു പറ്റിക്കാനും അല്ലെ ഞാൻ പുറകോട്ട് ഇറക്കത്തില്ല. എനിക്കൊന്ന് മോഹൻലാലിന്റെ ഫാൻ വല്ലതായിരിക്കും, അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ ഇടാൻ മടി വരത്തില്ല. അങ്ങനെ ഒരു സാധനം പണ്ടേത് സിനിമ കണ്ടിട്ട് റിവേഴ്സ് ഗിയർ എന്തോ മോശം പോലെയൊക്കെ തോന്നുന്നുണ്ട്. നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആളെ കൂടെ കംഫർട്ടബിൾ ആക്കിയിട്ടേ ചെയ്യാവൂ. ഞാനാണെങ്കിൽ ഇപ്പൊ നോക്കുന്നത് എന്തോ അയാൾക്ക് എളുപ്പം, ഇവിടെ ഇത് എളുപ്പമാണ്, എന്നാൽ നമ്മൾ പെട്ടെന്ന് അത് മാറ്റി എല്ലാവരും കുറച്ചുകൂടി ഈസി ആയിട്ട് പോകണം. ഈ ഞെരുങ്ങി അമർന്ന് പോവാതിരിക്കാൻ നോക്കും. ഇതല്ല, കൂടുതൽ വഷളാക്കാനാണ് ഓരോരുത്തരോട് നോക്കുന്നത്. ഭയങ്കര കഷ്ടമാണ് ആളുകളുടെ കാര്യം. അയ്യോ, ഇതുപോലെ ബോധം വിടവില്ലാത്ത മനുഷ്യര്, അവർക്കൊരു ഒരു എന്താ പറയണ്ടേ, അവർക്കൊന്നും ഒരു കാര്യത്തെ പറ്റി ഒരു ബ്രോഡ് പിക്ചർ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? എന്റെ കാര്യം ഞാൻ എനിക്ക് ഏറ്റവും ഈസി ആയിരിക്കണം എന്നുള്ള രീതിയിലാണ്. അതും ഈസി അല്ല ശരിക്കും. അത് അത്രയും തന്നെ ടൈം വേസ്റ്റ് ആണ്, അത്ര എഫേർട്ട് വേസ്റ്റ് ആണ്. ഞാൻ ഈ പുറകോട്ട് ഇറക്കുന്നത് നോക്കി ഇവ നിൽക്കുക, എന്നിട്ട് അവസാനം അങ്ങ് എത്തിക്കഴിഞ്ഞിട്ടാണ് പുള്ളി പോകുന്നത്. ഞാൻ വന്ന് മുന്നോട്ട് എടുത്ത് വരുമ്പോൾ കാണുന്ന ഇത് ഞാൻ ആലോചിക്കുന്നത് എന്തൊരു ഗതികെട്ടൊരു മനുഷ്യൻ അല്ലേ? ശരിയല്ലേ? ഒരു ഗതികേടുണ്ട് അതിനകത്ത്. ആ ഗതികേടായി ഒരിക്കലും മനസ്സിലാക്കാനും പറ്റത്തില്ല. അയാൾ അതിനുള്ള ഇച്ചിരിയെങ്കിലും ബോധം ഉണ്ടാകുന്ന അയാൾ ആ കാര്യങ്ങൾ എളുപ്പമാക്കുക ചെയ്യുന്നത്. ഞാനൊക്കെയാണ് എവിടെയെങ്കിലും ഒരു വളവ് കിട്ടിയാൽ ഞാൻ കറക്റ്റായിട്ട് അത് അപ്പുറത്താണോ ഇപ്പുറത്താണോ നോക്കും. എന്നിട്ട് പറയുന്നുണ്ട് അതങ്ങോട്ട് നീക്കിക്കോ, ഇതിങ്ങോട്ട് നീക്കിക്കോ, പരിപാടി കഴിഞ്ഞു. ഇതല്ല, ഒരു പറ്റിക്കൽ. മനസ്സിലായോ? അയാൾക്കറിയാം അപ്പുറത്തുണ്ടെന്ന്. ഞാൻ ആ വഴി ആദ്യമായിട്ട് പോവുക. പക്ഷെ അയാൾ വന്നപ്പോൾ അയാൾ കണ്ടതാ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അയാൾ ഇന്ന് ഒരുപാട് പുറകോട്ട് എനിക്ക് പോകേണ്ടി വരും, നിങ്ങളാണ് അങ്ങോട്ട് നീക്കിയാൽ എന്ന് പറയുക. ഞാൻ പറഞ്ഞോ നീക്കിയേക്കാം, പുറകോട്ട് എടുത്ത് അങ്ങ് കുറച്ച് ദൂരം എടുത്ത് അത്രയേ സമയം അവന്റെ പോയി, എന്റെയും പോയി. എനിക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതിനകത്ത് 6 പൈസയുടെ വാല്യൂ കൂടുതലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിൽ പോലും രണ്ടുപേർക്കും നഷ്ടമുണ്ട് അതിനകത്ത്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം എടുത്ത് സാധാരണക്കാർക്കില്ല. ഇവരപ്പോഴും വേറെ എന്തൊക്കെയോ ചിന്തിച്ച് എന്തോ ഈഗോ ഒക്കെ ഹർട്ട് ചെയ്തിട്ട് മറ്റുള്ളവരുടെ വണ്ടയ്ക്കോട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഫ്രസ്ട്രേഷൻ മാറ്റാനൊക്കെ ജീവിക്കുന്ന ടൈപ്പ് ആൾക്കാർ. എന്നിട്ട് എന്നെ കുറ്റം പറയല്ലേ, ഞാൻ ഇവിടുന്ന് പറഞ്ഞാണ്ട് മോശമാ, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഞാൻ ആരുടെ വണ്ടയ്ക്കോട്ടൊന്നും കയറാൻ പോകുന്നില്ല. പിന്നെ ഉള്ളതേ പറയാറുള്ളൂ, ഇല്ലാത്തൊന്നും പറയുന്നില്ല. ഇതൊക്കെ വൈറലായ കണ്ടന്റുകൾ എടുത്തിട്ട് അതിന്റെ അഭിപ്രായം മാത്രം പറയുക. അത് ഓൾറെഡി ഈ പറഞ്ഞ ആളൊക്കെ ചാണകത്തിൽ ചാടി നിൽക്കുക, ചാണകക്കുഴി വീണ് കിടക്കുന്നതാണ്. വീണ് കിടക്കുമ്പോൾ എന്തുവാണ് ചാണകക്കുഴി വീണെന്ന് എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. അതിന് ഇത്രയും പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടുത്തെ ആളുകൾ ഇവരൊക്കെയാണോ വന്ന് ഈ തെറി പറയുന്നത്? എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവരാന്ന് തോന്നി. തെറി കമന്റിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരാ. എന്തിനാ ഓടുന്നതെന്ന് അറിയത്തില്ല. ഭയങ്കര ധൃതിയും കുത്തിക്കേറ്റും. ഇതിനകത്തോടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഫുട്പാത്തിൽ കൂടെ ഒക്കെ ബൈക്കൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നതുകൊണ്ട് അവർക്ക് ഇവൻ ഇന്ന് ഏതാണ്ട് ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചു വരുമെന്ന് ഒന്നിനും ഇല്ല. എനിക്ക് വന്ന ആ ഒരു സമാധാനം കൂടുതൽ എനിക്കുണ്ടെന്ന് തോന്നി ഈ കാര്യത്തിലൊക്കെ. ഇവരെല്ലാം എപ്പോഴും സ്ട്രെസ് എടുത്തെടുത്തെടുത്തേ ഇവർക്ക് മൊത്തത്തില് അങ്ങ് സ്ട്രെസ്സാ. മനസ്സിലാവുന്നുണ്ടോ? ആവശ്യമില്ലാത്തതെല്ലാം ഇതല്ലേ പരിപാടി. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതേസമയം ഇതൊന്ന് കുറയ്ക്കാവോ? ഈ തള്ളി കയറി ഉന്തി കയറി എല്ലായിടത്തും അങ്ങ് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ മത്സരിച്ച് ഇവിടെയൊക്കെ ഉള്ളോ മത്സരിക്കാൻ എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. ആകെ ഈ ഏരിയയൊക്കെ കാണത്തുള്ളൂ. ജീവിതത്തിൽ ആകെ മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന റോഡിലാണെന്നാണ്ട് വിചാരിച്ച ജനത ഭയങ്കര ദുരന്തം കേട്ടോ. തള്ളിക്കയറ്റം. ഈ ക്യൂവിൽ ചെന്ന് നിന്നാൽ പോലും ക്യൂവിലോട്ട് തള്ളിക്കയറി വരും. ക്യൂ വെട്ടിച്ച് കയറാനൊക്കെ ഭയങ്കര മിടുക്കന്മാരാ. അതൊക്കെ എന്തോ മിടുക്കാന്നൊക്കെ വിചാരിച്ചത്. ലോകത്ത് വേറെടുത്തും അങ്ങനെ ചെയ്യുന്നവരില്ല. ഇതേപോലെ ട്രാഫിക്കിൽ മിസ്ബിഹേവ് ചെയ്യുന്ന, റോഡിൽ മിസ്ബിഹേവ് ചെയ്യുന്ന ആൾക്കാരില്ല. ഇത്രയും പൊട്ടത്തരം കാണിക്കുന്ന ആൾക്കാരില്ല. അതും പിന്നെ വലിയൊരു പറ്റിക്കുന്നതിനകത്തൊക്കെ ഒരു ത്രില്ല്, വലിയ മിടുക്കനാവും. അങ്ങനെയൊക്കെ ആവാൻ പറ്റുന്നുള്ളെന്ന് തോന്നുന്നല്ലേ?
ആയിരിക്കും അല്ലേ. ഞാൻ ഇന്നലെ ആലോചിച്ച് ശരിക്കും ഞാൻ കണ്ടോ ഇച്ചിരി അങ്ങോട്ട് പുറകോട്ട് ഇറങ്ങിയാൽ ഞങ്ങൾക്ക് ഒരു 5 മീറ്റർ 10 മീറ്റർ ഇറങ്ങുന്നതിന് വരെ അവൻ എന്നെ കൊണ്ടൊരു 10-30 മീറ്റർ പുറകോട്ട് ഇറങ്ങിച്ചു. അപ്പോൾ ഉടനെ പുള്ളി നേടി, മനസ്സിലായല്ലേ. അല്ലേ പുള്ളിക്ക് നേടിയെന്ന് പോലും അല്ല, നേടിയെന്നായിരിക്കത്തില്ല, പുള്ളിക്ക് മറ്റേതൊരു നഷ്ടമായിട്ടാണ് പുള്ളി കണ്ടത്. പുറകോട്ടിറങ്ങി അയാൾ പുറകോട്ടിറങ്ങുമ്പോൾ അത്രയും പുള്ളി പുറകോട്ടിറങ്ങിയിട്ട് മുന്നോട്ട് വരണമല്ലോ എന്നുള്ളൊരു ധാരണയാണ് പുള്ളിക്കുള്ളത്. അതായിരിക്കും, അങ്ങനെയാന്ന് തോന്നുന്നു അവൻ ചിന്തിക്കുന്നത്. എന്താണേലും ടോട്ടലി ആ പുറകോട്ടിറങ്ങിയിട്ട് തിരിച്ചു വരുന്ന ട്രെയിനേക്കാളും കൂടുതൽ സമയം അവിടെ കിടന്ന്, കാരണം അതുപോലത്തെ ഇടുക്ക് വഴിയായിരുന്നു. അയാൾക്ക് അവിടെ നിന്നേ കാണാം ഒരു വണ്ടി വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നിട്ട് അവൻ തള്ളിക്കയറ്റി ഇപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ കുത്തിക്കയറി വരും. ശ്രദ്ധിച്ചറിയാം അവർ അപ്പുറത്തൊന്നും മനസ്സിലാകുന്നില്ലയോ അതോ മനസ്സിലായിട്ട് പിന്നെയും കിടന്ന് കളിക്കുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. അവൻ അവിടെ നിന്ന് കാണാമെന്ന് ഞാനത് ഇപ്പോഴാണ് ഓർത്ത്. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം ദൂരെ നിന്ന് രാത്രി ആ വെളിച്ചം വരുന്നുണ്ട്. അവിടെ ഏറ്റവും നല്ല ഗ്യാപ്പിൽ കൊണ്ട് കയറുന്നുണ്ട്. ഇനി അയാൾ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ പോലും ഒരു ഗ്യാപ്പ് കാണുമ്പോൾ അവിടെ നിർത്തണം, നല്ല തള്ളി കയറി ഇപ്പുറത്തോട്ട് വന്ന്. എനിക്ക് തോന്നുന്നില്ല ലോക്കൽ ഓടുന്ന ഓട്ടോയാണ്, അവിടുത്തെ റൂട്ടൊക്കെ അയാൾക്ക് അറിയായിരിക്കും. ഓട്ടോ ഒന്നും അങ്ങ് ഇന്റർനാഷണൽ ഓടുന്ന വണ്ടിയല്ലല്ലോ, അപ്പോൾ അയാൾക്ക് അറിയായിരിക്കും. എന്നിട്ടും കൂടെ ചുമ്മാ രാത്രി ആരെയും കാണുന്ന പോലും ഇല്ല. ഞാനും അയാളെ കണ്ടില്ല, അയാൾ എന്നെ കണ്ട് കാണത്തില്ല, ആർക്കറിയാം. എന്നാൽ ആ ഒരു ബുദ്ധിയില്ലായ്മയുണ്ട്. ഞാനത് ഓട്ടോക്കാരിൽ കുറച്ച് കൂടുതൽ കണ്ടിട്ടുണ്ട്. എല്ലാ ഓട്ടോക്കാരുടെയും കാര്യത്തിൽ എനിക്കത് ചിലർ ഭയങ്കര മര്യാദയ്ക്ക് നിർത്തി തരുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പം ഇന്ന് രാവിലെ ഒരാൾ ഞാൻ നോക്കിയപ്പോൾ സൈഡിൽ കൂടെ വന്നിട്ട് അവിടെ നിർത്തി. ഞാൻ ഞെട്ടി, ഇതെന്താ ഇങ്ങനെ? അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എന്തോ പറയാനാ, ഇന്നലെ കണ്ടത് അത്, ഇന്ന് കണ്ടത് ഇത്, മനസ്സിലായോ. എല്ലാവരും അങ്ങനെയല്ല, കാരണം ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇതിനകത്ത് ഓടുന്നത് ഓട്ടോയാണ്. ഓട്ടോക്കാർ ഇടത്തും മരത്തും തിരിയുന്നൊന്നും പെട്ടെന്ന് മനസ്സിലാകത്തില്ലെന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. അതുകൂടാതെ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് കൂടുതൽ പേർക്കും. ഉള്ള നല്ല ഒരു 40% അടുത്ത് വരുന്ന ഒരു കണക്കെടുക്കാം. അത്രത്തോളം ആളുകൾ പ്രശ്നക്കാർ തന്നെയാണ്. പല പ്രശ്നക്കാരും ഇതിനകത്ത് എത്തുന്നുമുണ്ട്. ബാക്കി പാവപ്പെട്ടവർ അവിടെ കിടന്ന് കഷ്ടപ്പെടുമായിരിക്കും. രാവിലെ തൊട്ട് ഇതിനകത്ത് ഇരിക്കുന്നതിന് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. ഈ വണ്ടി ഓടിക്കാനും പാടാണ്. ഇതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ കാണും. പക്ഷെ എങ്കിൽ പോലും ഇതൊരു നല്ല ആറ്റിറ്റ്യൂഡല്ല. ഇതൊക്കെ സ്കൂളിൽ നിന്ന് മാറേണ്ട സംഭവമാണ്. വിദ്യാഭ്യാസം അതൊരു പ്രശ്നമാണ്. പിന്നെ നമ്മുടെ ഈ പേഷ്യൻസ് എന്ന് പറയുന്ന സാധനം ഇല്ലാതെ പോകുന്നത് അത് വേറൊരു പ്രശ്നമാണ്. പിന്നെ ഇതൊക്കെ ഉള്ളൂ, ചെറിയ ചെറിയ മത്സരങ്ങളെ നമുക്ക് പങ്കെടുക്കാനുള്ളൂ എന്ന് പറയുന്നത് വേറൊരു പ്രശ്നമാണ്. പിന്നെ എന്തോ പറയാൻ, എത്ര കുത്തിക്കയറ്റി ഓടിയാലും എൻഡ് ഓഫ് ദി ഡേ ഇത്രേ നടക്കത്തുള്ളൂ എന്നൊരു ധാരണ ഇവർക്ക് കിട്ടിയിട്ടേ ഇല്ല. ഇത് മാറ്റാനൊരു കാരണമില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ നേരെ തിരിച്ച് ഇതൊക്കെ ഒന്ന് കുറച്ചിട്ട് ഈ അഗ്രഷൻ റോഡിൽ കുറച്ച് സ്ട്രെസ് മാക്സിമം ആൾക്കാർ എല്ലാവരും ഒന്നിച്ച് നോക്കിയാൽ കുറയും. ഈ മത്സരിക്കായിരുന്ന തീട്ട മത്സരമായി നടക്കുന്നത്, ഏറ്റവും പൊട്ട മത്സരം, ലോകത്തെങ്ങും ഇല്ലാത്ത മത്സരം. അതുകൊണ്ട് നഷ്ടം കൂടുതലാണ്. മത്സര ഓട്ടം എന്നൊക്കെ പറഞ്ഞ് ബസ്സുകാർ ഓടുന്ന മത്സരം ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര നഷ്ടങ്ങളാണ് കൂടുതൽ, പലർക്കും നഷ്ടമാണ്. അതുകൊണ്ട് മൊത്തത്തിൽ ഈ നാട് നന്നാകത്തില്ല. ഇവന് മാത്രം നന്നായാൽ മതി, ഇവന് മാത്രം തിന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓടുന്നത് ഓരോരുത്തരെ. എല്ലാവരും ധൃതി കാണിക്കുന്ന അതിനാ. മൈത്രയും കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞാൽ എല്ലാവരും നേരത്തെ വീട്ടിലെത്താൻ നോക്കിയിട്ട് എന്താ കാര്യം? നേരത്തെ വീട്ടിൽ ചെന്നിട്ട് എന്താ ബിഗ് ബോസ് കാണുമോ, അല്ലെ സീരിയൽ കാണുമോ, വേറെ എന്ത് ചെയ്യാനോ, അല്ലെ പ്രാർത്ഥിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങുമോ? നേരത്തെ വീട്ടിലെത്താൻ നോക്കുന്ന ഒരു ഭയങ്കര മണ്ടത്തരവാ. എത്രയും താമസിച്ച് വീട്ടിലെത്താവോ അത്രയും താമസിച്ച് വീട്ടിലെത്തുക. അത്രയും നേരം പുറത്തൊക്കെ ഇരിക്കാൻ ഒരു രസമുണ്ട്. ഫ്രണ്ട്സൊക്കെ വേണം, അല്ലാതെ ചുമ്മാതെ ധൃതി പിടിച്ച് ഓടരുത്. വൈകിട്ട് ഓഫീസ് വിട്ട് ഉടനെ അങ്ങ് പായരുത്, മനസ്സിലായോ? കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങിയായിരുന്നു. എല്ലാ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞാൽ വളരെ കൂളായിട്ട് ആ സ്ട്രെസ് അത്രയും കുറച്ച് നമുക്ക് വീട്ടിൽ ചെല്ലാം. ഇഷ്ടംപോലെ സമയം പിന്നെയും കിടക്കുന്നു. ഇഷ്ടംപോലെ സമയമുണ്ട് ഇവിടെ. എന്തിനാ സമയം ഇല്ലാത്ത? പിന്നെ ഈ ആവശ്യമില്ലാത്ത ഫോർമാലിറ്റീസ് ഉള്ള ഒരു ഗവൺമെന്റും എല്ലാം ഏത് കടയിൽ ചെന്നാലും പൊട്ടത്തരം ഉള്ളതുകൊണ്ട് സമയം കുറെ പോകുന്നുണ്ട് ആൾക്കാരുടെ. പിന്നെ റോഡിൽ ഇത്രയും സമയം കളയുന്നതിനകത്ത് ഈ കുത്തിക്കയറ്റ് മാത്രം എടുത്ത പ്രശ്നം. അല്ല വണ്ടി പറയുന്ന ഇവർ പറയുന്ന പോലെ എന്താ വണ്ടിയുടെ പോപ്പുലേഷൻ കൂടുതലാണ്, റോഡുകൾക്ക് വീതിയില്ല, റോഡുകൾ അത്ര മോശമാണെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് അല്ലെന്ന് ഇപ്പം തോന്നുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഈ ആളുകളുടെ ശ്രദ്ധക്കുറവും ഈ ധൃതിയും കുത്തിക്കയറ്റും പരാക്രമവും ഒരു മാന്യത ഇല്ലാത്തതുകൊണ്ട് പറ്റുന്ന ഒത്തിരി എന്താ പറയുക ബ്ലോക്കുകളുണ്ട് ഇവിടെ. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സമയം ഒത്തിരി കളയുന്നുണ്ട് പലരും. ഒരുത്തൻ ചിലപ്പോൾ സ്പീഡിൽ കയറി പോകുമായിരിക്കും, പക്ഷെ അത് 10-15 പേരോ 20 പേരുടെയോ ടൈം ഒരു മിനിമം ഒരു 10 മിനിറ്റ് വെച്ച് വേസ്റ്റ് ചെയ്താൽ 1 മണിക്കൂറോളം വേസ്റ്റ് ആകുന്ന പോലത്തെ ഒരു പണിയാണ് കാണിക്കുന്നത്. പല സ്ഥലത്തെത്തേണ്ടവരെത്തത്തില്ല. അങ്ങനെ ചില ഡോക്ടർമാരെത്താതെ ഇവൻ്റെയൊക്കെ തന്തയൊക്കെ ചത്തും കാണും ചിലപ്പോൾ. അതും പറയാൻ അല്ല, നമ്മുടെ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഡോക്ടർക്ക് കറക്റ്റ് സമയത്ത് ആശുപത്രിയിലെത്താതെ പോയി കഴിഞ്ഞാൽ വല്ല ഒരു ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയില്ലേ? ആംബുലൻസിനെ മാത്രമേ ഇവർ ശ്രദ്ധിക്കത്തുള്ളൂ. ആംബുലൻസ് പോകണമെന്നാണ് പറയുന്നത്. പക്ഷെ വേറെ ഒന്നിനും ആ ഒരു വാല്യൂ കൊടുക്കാൻ അറിയത്തില്ല. ആംബുലൻസ് കണ്ടാൽ എല്ലാവരും മാറിക്കൊടുക്കും. പക്ഷെ ഒരു മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച് ഇവിടെ ഇഷ്ടം പോലെ സ്ഥലവും നല്ല ഫ്രീ ആയിട്ട് ഓടിപ്പോകാം. ഇതിനകത്ത് ട്രാഫിക് പോലീസിന് ഭയങ്കര വീഴ്ചയുണ്ട്, MVDക്ക് നല്ല വീഴ്ചയുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ട് MVD ഏതോ പിള്ളേരെങ്ങാണ്ട് കല്യാണത്തിനെങ്ങാണ്ട് ജീപ്പിൻ്റെ വണ്ടി കയറി ഇരുന്നാണ്ട് പറഞ്ഞിട്ട് ഭയങ്കര നടപടി എടുത്തു. ഇനിയിപ്പോൾ എന്നാ വേണം, എന്തോ ചെയ്യാൻ? ഇതിനൊക്കെ കൊള്ളാം ഇമാരെ ഊളത്തരം കാണിക്കാനല്ലാതെ വേറെ കൊള്ളാവുന്ന ഒരു പണിക്ക് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇപ്പോഴത്തെ പോലീസിൻ്റെ അവസ്ഥ വളരെ മോശം. ഇതെന്തുവാ? ഈ ട്രാഫിക് നിയന്ത്രിക്കാനില്ല ആള്, അല്ലെ ബാക്കി റോഡ് കുളമായിട്ട് കുറേ വർഷമായി.
ഒന്നിനും കൊള്ളാത്തവരായി കഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ജീവിതമാണ്. പിന്നെ ആകെ ഉള്ളത് ഈ പോക്കറ്റടിയും പിടിച്ചുപറിയും പിന്നെ ഇങ്ങനത്തെ കുറെ ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങളും. ഏറ്റവും വലിയ കുറ്റകൃത്യം കണ്ടുപിടിച്ചിരിക്കുന്നു, കുട്ടികളുടെ ജീപ്പിന് മണ്ടയ്ക്കിങ്ങാണ്ട് തല പുറത്തിട്ടിരുന്നോ അയാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് MVD കടുത്ത ശിക്ഷ കൊടുത്തുണ്ട്. വാ, എങ്ങനെ ഇരിക്കണം? ഈ നാണമുണ്ടോ ഇവർക്ക്? എനിക്കറിയത്തില്ല. ഇങ്ങനെ നാണക്കേട്, ഇതാ നാണക്കേട്. ഒന്നിനും കൊള്ളാത്തരത്തം വന്നിട്ട് ഇങ്ങനെയൊക്കെ കൊച്ചു പിള്ളേരൊക്കെ തല്ലി അങ്ങനെ ഇരിക്കും. നമുക്ക് നമ്മളൊക്കെ ആരോഗ്യം കുറഞ്ഞ ആൾക്കാരെ ആയിട്ട് അടി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാവുന്നു. നമ്മളാണ് ഏറ്റവും ആരോഗ്യം കുറഞ്ഞ ഒരു കൊച്ചു ഒരു 5-6 പഠിക്കുന്ന ഒരു പയ്യനെ പോയി ഞാൻ ശരിക്കിട്ടങ്ങ് ഇടിച്ച് എന്നിട്ട് ഞാൻ സൂപ്പറാന്ന് പറയുക എന്ന് പറഞ്ഞ പോലെ ഇത്. അല്ലാതെ ഇവിടുത്തെ പ്രശ്നങ്ങളെ വെച്ച് നോക്കിയാൽ ഈ പറഞ്ഞ കാണിക്കുന്ന പ്രഹസനങ്ങളൊക്കെ ആ രീതി കാണണം. ഇനി അങ്ങനത്തെ വീഡിയോകൾ ഇറക്കിയാലേ അവർക്ക് മനസ്സിലാകത്തില്ലോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ കൊച്ചുപിള്ളേരെ പിടിച്ച് ഇടിക്കുന്നതൊക്കെ കാണിച്ചിട്ട് MVD എന്ന് എഴുതി വെക്കണം, അല്ലെ പോലീസ് എന്ന് എഴുതി കാണിക്കണം. അതായത് മറ്റേ തൊപ്പിയുടെ ചവിട്ടി പൊളിച്ച് എന്നെ പിടിച്ചൊരു ദിവസം ഇരുത്തി മറ്റേ സഞ്ജു ടെക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കേസ് വരുമ്പോൾ കണ്ടോ അനങ്ങാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇഷ്ടംപോലെ കേസുണ്ട്. പോലീസുകാർ എന്നെ എന്തൊക്കെയോ അഴിമതിയും എന്തൊക്കെ കാണിച്ചിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതൊക്കെ എത്ര കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോൾ നമുക്ക് ശരിക്കും നാണക്കേട് സ്വയം ഉണ്ടാവേണ്ടതാ. ഇനിയിപ്പോൾ ആൾക്കാർ കളിയാക്കിയാലേ ഉണ്ടാകത്തുള്ളതാവോ? അതൊരു നാണക്കേട്. അതിനിടയിൽ കയറിയാ MVD കിടന്നുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കുറേ നടപടികൾ എടുത്തേക്കുന്നു. ഈ MVD പിടിച്ചെന്നാൽ പിന്നെ ഈ കേസ് കൊടുക്കും, ബലാത്സംഗ കേസും മറ്റേ തട്ടിപ്പ് കേസും പിന്നെന്തുവാ ഈ പറഞ്ഞ അധികാര ദുർവിനിയോഗമൊക്കെ MVD ഏൽപ്പിക്കും. MVD ആണെങ്കിൽ ഒന്നില്ല ഫൈനെങ്കിലും അടിക്കും. ഇവൻ ബാക്കിയുള്ള സ്ഥലത്ത് അതും ഇല്ല. അങ്ങനെയാണ് ഉറപ്പായിട്ട് പിടിച്ചുകൊണ്ട് പോയി മറ്റേ ക്ലാസ്സൊക്കെ കൊടുത്ത് ഇനി ഒരിക്കലും ഞങ്ങൾ വെള്ളം അടിച്ച് വണ്ടി ഓടിക്കത്തില്ല എന്ന് തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെങ്ങാണ്ട് എഴുതിപ്പിക്കുകയോ ഇമ്പോസിഷൻ എഴുതിപ്പിച്ച് ഇനി ഒരിക്കലും ഞാൻ പീഡിപ്പിക്കില്ല, ഇനി ഒരിക്കലും ഞാൻ അച്ചാർ തൊട്ട് വെക്കത്തില്ല, ഇനി ഒരിക്കലും ഞാൻ റോക്കറ്റ് എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതിപ്പിക്കാൻ മേല ഇവന്മാരെയൊക്കെ കൊണ്ട്. അല്ല വേണ്ട, ലേറ്റസ്റ്റ് ഈ പിടിച്ച പോലീസുകാരനെ കൊണ്ട് ഞാൻ അധികാര ദുർവിനിയോഗം ഇനി ചെയ്യില്ല. അതൊക്കെ അവർ ചെയ്യിച്ചേനെ. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് മോശം. ഒരു സ്ട്രോങ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് MVD മാത്രമേ ഉള്ളൂ. അതെനിക്കൊന്ന് പോക്കറ്റ് അടിക്കുന്നതുകൊണ്ട് കുറെ കാശ് കിട്ടുന്നുണ്ട്. അതിന്റെ ആക്രാന്തമാണെന്ന് തോന്നുന്നു. എന്താണേലും കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ നടപടികളൊക്കെ കാണിക്കണം. കേരളത്തിന് അതൊക്കെ ഒരു മാതൃകയായിരിക്കും. നാണോ ഉളുപ്പില്ലാത്തതുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണെന്നുള്ളത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലാത്തവരെ നമുക്ക് ഇനിയും പൊട്ട് കളിപ്പിക്കാൻ ബാക്കിയുണ്ട്. അവരെ കുറച്ചുകൂടെ പൊട്ട് കളിപ്പിച്ച് കഴിയുമ്പോൾ അവന്മാരുടെ തലയിലും ബോധം വരും. അങ്ങനെ നാട്ടുകാർ മൊത്തത്തിൽ ഒരു വിലയും തരാതാവും. അതുപോലെ വൃത്തികേടാ ഇത്. അതുകൊണ്ടാണ്, വേറൊന്നും പറയാനില്ല. അത്ര വൃത്തികെട്ട പരിപാടികൾ. എന്തിനു കൊള്ളാമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെയാന്ന് പറയുന്നത് ഒരു ഗതികേടാണെങ്കിലും മനസ്സിലാക്കിക്കൂടെ? പുറത്തോട്ടിറങ്ങി ഇവര് വേറെ ഇന്നും കാണാനില്ലെന്ന് ഇവരെയൊക്കെ. ഇവരെവിടെ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ഈ പമ്മി നിൽക്കുന്നതാണ് കാണുന്നത്, പെട്ടെന്ന് ചാടി വീഴുന്ന പോലത്തെ ആൾക്കാർ. അല്ലാതെ വേറെ ആവശ്യമുള്ളിടത്തൊന്നും ഇവരെയും കാണുന്നില്ല ഇപ്പോൾ.